ഹലോ മമ്മി. ഹലോ മമ്മി എന്ന് പറഞ്ഞാലേ നല്ല പടാ, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. എന്ന് വെച്ചാ പക്ഷെ അതില് സത്യം പറഞ്ഞ ഒന്നും ഇല്ല, ഒരു ചെറിയൊരു ബാലരമേല വായിക്കണ പോലെ. പക്ഷെ കുറച്ചുള്ളെങ്കിലും ആ കോമഡി ഒക്കെ എടുത്തത് നല്ല രസമായിട്ട്. വൺ ടൈം വാച്ചബിൾ കോമഡിയാണ്. അധികം രണ്ടാമത് കണ്ടാൽ ചിലപ്പോ നമുക്ക് ആ കോമഡി ചിരിക്കാൻ. പക്ഷെ നല്ലൊരു എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള തമാശകളാണെങ്കിൽ പോലും നമ്മൾ കുറച്ചു നേരം എൻജോയ് ചെയ്യും. ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്യും. കൊറേ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ വേറെ എടുത്തു പറയാനുള്ളത് പ്രേതപ്പടം. ഇതില് ഹൊറർ ആണല്ലോ. ഹൊററിൽ സാധാരണ ഒരു ഹൊറർ പ്രേതപ്പടം പോലെ അങ്ങനെ ക്ലീശ ആയിട്ടൊന്നുമില്ല, രസമായിട്ടാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിപ്പീറ്റഡ് കോമഡി, ഒരു വെറൈറ്റി കോമഡി. പിന്നെ പ്രേതപ്പടം പോലെ എന്താ പറയാ, പ്രേതത്തിനെ കാണിച്ചിട്ട് അങ്ങനെ ആക്കലും ഇല്ല, അതൊരു രസമായി. ലാസ്റ്റ് പ്രേതത്തിനെ കാണിക്കണ ഒരു സ്റ്റോറി പറയണ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നമ്മുടെ ഷറഫുദ്ദീന്റെ അച്ഛനും ഇഷ്ടമായി. ആളും നല്ല രസമുണ്ട്. ഫ്രണ്ടും അതൊക്കെ രസമുണ്ട്. അവരുടെ ഒക്കെ നന്നായിട്ടുണ്ട് ആക്ടിങ് എല്ലാം. ഒരു എന്താ പിന്നെ അതിലെ എഡിറ്റിങ് എടുത്തു പറയണത് നല്ല രസമുള്ള എഡിറ്റിങ് തോന്നിട്ടില്ല, ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേട് തോന്നാത്ത നല്ല ഭംഗിയുള്ള എഡിറ്റിങ്, ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റണത്, ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഔട്ട് ഓഫ് 10 ഒരു 7 കൊടുക്കാനുള്ള ഫിലിം ഒക്കെ ഉണ്ട്. 5, 7 ഒക്കെ കൊടുക്കാനുള്ള. എന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്താലാണ് ഈ എഫക്ട് കിട്ടുള്ളൂ. ഓടിച്ചു വിടും, കാരണം ലാഗ് തോന്നും. തിയേറ്ററിൽ ആ സൗണ്ട് എഫക്ട് ഇതിലൊക്കെ കാണുമ്പോഴാണ് ആ പടത്തിന് രസമുള്ളൂ. അല്ലാത്ത വർഷം വലിയ കാര്യം തോന്നില്ല. പക്ഷെ തിയേറ്ററിൽ കണ്ട വൺ ടൈം അടിപൊളിയാണ്. നമുക്കൊന്ന് റിലാക്സ് ആവും അല്ലേ? അപ്പൊ എത്ര കൊടുക്കും? 6.5.